ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടിൽ നിന്ന് സർക്കാർ ഫണ്ട് പിൻവലിച്ചതിനെ ചൊല്ലി മലപ്പുറം നഗരസഭാ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. പദ്ധതിക്കായി 69 ലക്ഷം രൂപ അനുവദിച്ചതിൽ നിന്ന് 16 ലക്ഷം രൂപ സർക്കാർ തിരിച്ചെടുത്തിരുന്നു. യോഗത്തിൽ രണ്ടാമത്തെ അജണ്ടയായിട്ടാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി വന്നത്. എന്നാൽ പദ്ധതി ഏതൊക്കെ വാർഡിലാണ് നടന്നതെന്ന ചോദ്യത്തിന് 2 വാർഡുകളിൽ ആണെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരും നൽകിയത്. തുടർന്ന് നടന്ന ഫയൽ പരിശോധനയിലാണ് ഫണ്ട് അനുവദിച്ചതിൽ നിന്ന് 16 ലക്ഷം രൂപ തിരിച്ചുപിടിച്ചതായി കണ്ടെത്തിയത്. കൃത്യമായ മേൽനോട്ടം ഇല്ലാത്തതാണ് പണം പിൻവലിക്കാൻ കാരണമായതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനെതിരെ ഭരണപക്ഷവും രംഗത്ത് വന്നതോടെ കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. ഫണ്ട് തന്ന സർക്കാർ തന്നെ മണിക്കൂറുകൾ വെച്ച് പിൻവലിച്ചതാണെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. ഇത്തരം സ്വഭാവം ഇനി ഉണ്ടാവരുതെന്നും ഓഡിറ്റിംഗ് വരുമ്പോൾ ബന്ധപ്പെട്ട കൗൺസിലറെ കൂടി അറിയിക്കണമെന്ന് ചെയർമാൻ പറഞ്ഞതോടെ ബഹളം അവസാനിപ്പിക്കുകയായിരുന്നു. നഗരസഭ തെരുവിളക്ക് അറ്റകുറ്റപ്പണി ഇനി മുതൽ 1 വർഷത്തേക്ക് ടെൻഡർ നൽകാനും യോഗത്തിൽ തീരുമാനമായതായി ചെയർമാൻ മുജീബ് കാടേരി അറിയിച്ചു. A+ വിഷൻ, മലപ്പുറം. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.